വിഴിഞ്ഞം തുറമുഖത്തിലെ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ദേശീയ ഗീതത്തോടുള്ള കോൺഗ്രസ് സർക്കാരിന്റെ അവഗണനയിലും അതൃപ്തി രേഖപ്പെടുത്തിയാണ് മന്ത്രിയുടെ പിന്മാറ്റമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ് ശാലിനി വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശാലിനി, ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കാൻ പോകുകയാണ്. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാത്രം യാഥാർത്ഥ്യമായ ഒരു പദ്ധതി, ഏതാണ്ട് 92 മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്ന പദ്ധതി ഇന്ന് കാണുന്ന രീതിയിൽ വളർന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് എന്ന വസ്തുതയൊക്കെ നമുക്കറിയാം. ഇന്നിപ്പോൾ ഈ പ്രധാനപ്പെട്ട ചടങ്ങിൽ കേന്ദ്രത്തിന്റെ പ്രതിനിധിയായ തുറമുഖ വകുപ്പ് മന്ത്രി പങ്കെടുക്കാത്തത് കേരള സർക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ ദേശീയ ഗീതത്തോട് കാണിച്ച അവഗണനയുടെ അടിസ്ഥാനത്തിലാണോ? ഇക്കാര്യം മന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ചോ? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് സ്വാതന്ത്ര്യ ദിനത്തിന് മുൻപും അതിന്റെ ആഘോഷ ചടങ്ങുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലടക്കം ദേശീയ ഗീതത്തെ അപമാനിക്കുകയും ഒപ്പം തന്നെ അവഗണിക്കുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസ് നിലപാട്, ഇതിലടക്കമുള്ള അമർഷം BJPയുടെ നേതാക്കന്മാർ പല രീതിയിൽ പല രൂപത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നടപടിയായി തന്നെ നമുക്ക് ഇപ്പോൾ കേന്ദ്ര തുറമുഖ മന്ത്രിയുടെ ഈ നിലപാടിനെ കാണേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. അല്പസമയത്തിന് ശേഷം 10:45 കൂടിയാണ് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് അതിന്റെ നടപടിക്രമങ്ങൾ നടക്കാൻ പോകുന്നത്. കയറ്റിറക്കുമതി പ്രവർത്തനങ്ങളുടെ, അതായത് സമ്പൂർണ്ണ തോതിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗികമായി തുടക്കമിടുകയാണ്. ആദ്യ കണ്ടെയ്നറിന് ആദ്യ ഷിപ്പിന് മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയാണ്. തൊട്ടു പിന്നാലെ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനിരുന്നത് കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളാണ്. പക്ഷേ അല്പസമയം മുമ്പാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇപ്പോൾ വരുന്നത്. ഈ പരിപാടിയിൽ താൻ പങ്കെടുക്കില്ല എന്നുള്ളത്. അത് പ്രധാനമായും സംസ്ഥാനത്തെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന വന്ദേ മാതരത്തോട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അതിലുള്ള അതൃപ്തി, അത് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ പിന്മാറ്റം എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ ദേശീയ ഗീതമാണ്. ആ ദേശീയ ഗീതത്തെ ഒരു ഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ചവർ ഇപ്പോൾ സർക്കാർ മാറി വരുമ്പോൾ അല്ലെങ്കിൽ അധികാരം മാറി വരുമ്പോൾ അതിനെ അവഗണിക്കുക, അതിൽ അമർഷം രേഖപ്പെടുത്തുക, 4 വരി പാടാനുള്ള വിമുഖത കാണിക്കുക, അതിലൊക്കെയുള്ള വിമർശനം ഒരു ഭാഗത്ത് ഉയരുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര തുറമുഖ മന്ത്രി തുറന്നടിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതായ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, വന്ദേ മാതരത്തോടോ ദേശീയ ഗീതത്തോടുള്ള ഒരു അവഗണന മാത്രമല്ല ഈ പരിപാടിയിൽ നിന്നുള്ള പിന്മാറ്റം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പാർലമെന്റ് നടപ്പിലാക്കിയ അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയ പല നിയമങ്ങളും, അതിൽ പ്രധാനപ്പെട്ടത് ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഗീതം ആലപിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റ് പാർലമെന്റ് പാസാക്കിയ പല നിയമങ്ങളും അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാനോ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതടക്കം തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, രാജ്യത്തിന്റെ ദേശീയ ഗീതത്തോട് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പണ്ടുകാലത്ത് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ചേർന്ന് നിന്നവരാണ് ഇപ്പോൾ പൊതുവേദിയിലടക്കം ആ ഗാനം അല്ലെങ്കിൽ ആ ഗീതം ആലപിക്കാൻ വിമുഖത കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു. ആ വേദിയിൽ പോലും ഒരു ഘട്ടത്തിലും ദേശീയ ഗാനത്തിന് മുൻപ് പ്രോട്ടോകോൾ പ്രകാരം വന്ദേ മാതരം പാടണമെന്ന് നിർബന്ധിതമായി പറഞ്ഞിട്ട് പോലും അത് പാടാതിരിക്കുക, മറുഭാഗത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ റിഹേഴ്സൽ നടത്തി പ്രാക്ടീസ് നടത്തി പാടാൻ തയ്യാറെടുത്ത കുട്ടികളെ പോലും പാടാൻ അനുവദിക്കാതിരിക്കുന്ന നിലപാട് വിദ്യാഭ്യാസ വകുപ്പ് കൂടി സ്വീകരിക്കുക, മുസ്ലിം ലീഗ് സ്വീകരിക്കുക, ആ ലീഗിന് കൈകോർത്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രവർത്തിക്കുക, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ നിലപാട് വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും അല്പസമയം മുമ്പ് നടക്കേണ്ട, വളരെ വർണ്ണാഭമായി നടക്കേണ്ട ഒരു പരിപാടിയിലാണ് ഇത്തരത്തിലൊരു നിലപാട് കേന്ദ്രമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ അവഗണിക്കുന്ന, രാജ്യത്തെ അപമാനിക്കുന്ന, രാജ്യത്തിന്റെ ദേശീയ ഗീതത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകാത്തവർക്കൊപ്പം വേദി പങ്കിടാൻ താൻ തയ്യാറല്ല എന്നുള്ളതാണ് കേന്ദ്ര തുറമുഖ മന്ത്രി ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. എന്തായാലും അദ്ദേഹം നേരിട്ടോ വീഡിയോ കോൺഫറൻസ് മുഖേന ഒന്നും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഔദ്യോഗികമായി പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുഖ്യ അതിഥിയായി പങ്കെടുക്കേണ്ട തുറമുഖ മന്ത്രിയാണ്. സർക്കാരിന്റെ വന്ദേ മാതരത്തോടുള്ള ഈ ഒരു വന്ദേ മാതരത്തോടുള്ള നിലപാട് അല്ലെങ്കിൽ അത് പാടാൻ കഴിയില്ല അല്ലെങ്കിൽ അവഗണിക്കുന്ന നിലപാടിന് എതിരെ അതൃപ്തി രേഖപ്പെടുത്തി പിൻവാങ്ങി നിൽക്കുന്നത്, പിന്മാറ്റം അറിയിച്ചിരിക്കുന്നത്. ഗൗതം.
ഓക്കെ വ്യക്തമാണ് ശാലിനി. എന്തായാലും വിഴിഞ്ഞത്തെ കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് ഇപ്പോൾ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്ദേമാതര ഗീതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന പ്രവർത്തികളിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് സർബാനന്ദ സോനോവാൾ വിഴിഞ്ഞത്തേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുന്നത്. ശാലിനി വിഴിഞ്ഞത്ത് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു.